വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അക്കിന. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു വൈറൽ പ്രൊഡക്റ്റിന്റെ റിവ്യൂ നിങ്ങളുമായിട്ട് ഇപ്പൊ ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പം ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മാലാപാർവതി പറഞ്ഞ് വൈറലാക്കിയിട്ടുള്ള രുദ്രകാന്തി ഓയിൽ. അപ്പൊ ആ ഓയിലിന്റെ എന്റെ ഹോണേഴ്സ് റിവ്യൂ, അത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എത്രത്തോളം ഇത് എഫക്റ്റീവ് ആണെന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ കുറെ പേര് എന്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടാണ്. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇതിന്റെ റിവ്യൂയിലേക്ക് പോകാം. പിന്നെ ഞാൻ തന്നെ പറഞ്ഞ പോലെ ഇതൊരു നോൺ സ്പോൺസേർഡ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള കാശ് മുടക്കി ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങളുമായിട്ടുള്ള അതിൻ്റെ ഒരു ജെനുവിൻ റിസൾട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാണ് കേട്ടോ. അപ്പം ഞാനിത് അവർ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് പറയുന്നത്, ഒന്നൊരു ഇന്നർ ഗ്ലോ കിട്ടും, നമുക്കറിയാം ഓയിൽ ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മുടെ ഫേസിന് ബ്രൈറ്റ്നപ്പ് ആവും. നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വന്ന് പോയിട്ടുള്ള കുറെ പാടുകളും ഒക്കെ കാണുമല്ലോ, അതായത് സ്റ്റബേൺ ആയിട്ടുള്ള നമ്മുടെ പിമ്പിൾ മാർക്സ് ഒക്കെ കാണില്ലേ, അത് മാറ്റുന്നത് കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഓയിൽ എന്ന് പറയുന്നത്. ഈ ഓയിലിൽ അവർ ടേമറിക് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ചിലർക്ക് ടേമറിക് അലർജി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പകൽ സമയത്തൊക്കെ തേക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം, നമ്മുടെ ഡ്രസ്സൊക്കെ സ്റ്റെയിൻ ആവുമെന്ന്. ടർമറിക് ഉള്ള ഓയിൽസിന്റെ പ്രത്യേകതയാണല്ലോ, നാൽപ്പാമരാതി പോലെ. അപ്പം ഇതിൽ അവർ ടേമറിക് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സസ് ഒന്നും അങ്ങനെ സ്റ്റെയിൻ ആവത്തില്ല കേട്ടോ. അപ്പം അതാണ് ഇതിനകത്ത് മറ്റൊരു ബെനിഫിറ്റ് ആയി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരു 100% പ്യുവർ കോക്കനട്ട് ഓയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഇപ്പൊ ഒരു 2 months ആയിട്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കറക്റ്റ് വില ഞാൻ ഓർക്കുന്നില്ല, ഏകദേശം 300 സംതിങ് ആണ് കേട്ടോ അതിന്റെ വില എന്ന് പറയുന്നത്. അപ്പൊ ഒരു വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, അതുവഴിയാണ് നമ്മളിത് ഓർഡർ ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം, നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്തത്, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് 100% റിസൾട്ട് എങ്ങനെയൊക്കെ നമുക്ക് കിട്ടാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഇതെങ്ങനെ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ്. എൻ്റെ ഒരു നോർമൽ സ്കിൻ ആണ്, പക്ഷെ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്കിന്നിൽ ബ്രേക്ക് ഔട്ട്സ് വരും. അത് മിക്കവർക്കും തന്നെ വരും. ഈവൻ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിലും ഈവൻ ഓയിലി സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിൽ പോലും നമ്മുടെ സ്കിൻ ബാരിയറിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ചാൻസ് ഉള്ള, നമ്മുടെ പോർസിനെ ക്ലോഗ് ചെയ്യാനായിട്ട് ഹൈലി ചാൻസ് ഉള്ള ഒരു സാധനമാണ്, ഒരു കൊമഡോജനിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. സോ ആർക്കാണെങ്കിലും ഇത് യൂസ് ചെയ്താൽ പിമ്പിൾസ് വരും. അപ്പൊ ഞാൻ ഇങ്ങനെ പിമ്പിൾസ് ഇല്ലാതെ ഈ ഓയിൽ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസൊക്കെ ഞാൻ വൃത്തിക്ക് കഴുകിയതിന് ശേഷം ഒരു ബൗളിൽ ചെറു ചൂടുവെള്ളം എടുക്കും. എന്നിട്ട് ഞാൻ നമ്മുടെ ഒരു മൈക്രോ ഫൈബർ തുണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോട്ടൺ തുണി, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു മൈക്രോ ഫൈബറിൻ്റെ തുണിയാണ്, ഇത് നമ്മുടെ ആ ചെറു ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മളിതിനെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ആവി പിടിക്കില്ല ഫേസിൽ. അപ്പൊ ഡയറക്റ്റ് നമ്മൾ ആവി പിടിക്കുന്നതിനേക്കാളും ഇങ്ങനെ ആവി പിടിക്കുമ്പോൾ എനിക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഫേസ് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒന്ന് ആവി പിടിക്കും, അതായത് കംപ്ലീറ്റ് ഫേസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്തുവിടും. അപ്പൊ എന്റെ പോർസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യും കേട്ടോ. അപ്പൊ ഏകദേശം ഒരു 1 മിനിറ്റോളം എടുത്ത് നമ്മുടെ ഫേസ് കംപ്ലീറ്റ്ലി നമുക്ക് ഇങ്ങനെ ഒന്ന് ആവി പിടിക്കാനാണ് കേട്ടോ. ഒരു ചെറു ചൂടുവെള്ളം എടുത്താൽ മതി. അതിന് പൊള്ളുന്ന ചൂടുവെള്ളം എടുക്കുമ്പോൾ ചൂടുവെള്ളം എടുത്ത് നമ്മളിത് കംപ്ലീറ്റ് നമ്മുടെ ഫേസ് ഒന്ന് പോർസ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആവി പിടിക്കും കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റീം ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മുടെ രുദ്രകാന്തിയുടെ ഓയിൽ ഉണ്ടല്ലോ, ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ലൈറ്റ് ആയിട്ട് ചൂടാക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ചൂടാക്കിയില്ലെങ്കിലും നമുക്ക് ഇഷ്യൂ ഇല്ല. ഇത് ഒരു ഡ്രോപ്പ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒറ്റ ഡ്രോപ്പ് അപ്ലൈ ചെയ്യുന്നത്. ഇത്രയും നാളായിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ ഫേസിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു തുള്ളിയൊക്കെ നമ്മളത് എടുക്കാവുള്ളൂ. ആദ്യം എനിക്ക് ഭയങ്കര ത്വര കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ ചില പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ഒരുപാട് എടുക്കുമായിരുന്നു കേട്ടോ എൻ്റെ ഫേസിലൊക്കെ അപ്ലൈ. ഫോർ എക്സാമ്പിൾ പുതിയ ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് അതിൻ്റെ ഫേസിൽ ഇടുമായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി നമുക്ക് 8ന്റെ പണി വരുന്നതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്നിട്ട് നമ്മൾ ഫാൻ ടു പാം ഇതുപോലെ നന്നായിട്ട് ഹീറ്റ് ചെയ്തെടുത്തിട്ട് മുഖത്ത് റബ്ബ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിടാവേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ വിടുക. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ ഒരു ജെന്റിൽ മസാജ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ കൈ കൊണ്ട് മസാജ് ചെയ്ത് കൊടുത്താലും മതി. ഇതിപ്പോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ജെയ്ഡ് റോളറാണ് കേട്ടോ. അപ്പൊ ജെയ്ഡ് റോളറിൽ ഞാൻ അപ്വേർഡ് ഡയറക്ഷനിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് വിടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെനിക്ക് ഭയങ്കര റിസൾട്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ചെറുതായിട്ടൊന്ന് നിങ്ങൾ ചെയ്ത് വിടുക. നിങ്ങൾ മസാജ് ചെയ്താലും കുഴപ്പമില്ല. 1 ഡ്രോപ്പ് നിങ്ങൾ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം ഒരു 1 മിനിറ്റോളം നിങ്ങളൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് അതേപടി ലീവ് ചെയ്തിട്ട് കറക്റ്റ് 5 മിനിറ്റ്സോളം മാത്രം നിങ്ങളിത് ഫേസിൽ വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് വെച്ച് നിങ്ങളിത് വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെയാണ്
ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുരു വരാറുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എല്ലാവർക്കും പുതിയ പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുമ്പോൾ ഭയങ്കര ത്വര കൂടുതലായതുകൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ചെയ്യും. പിന്നെ നമുക്കിത് എന്താ പറയുക, ചിലവർക്ക് ഇതൊരു ഡെയിലി ബേസിസിൽ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കാം. പുറത്ത് പോകുന്നവരൊന്നും അല്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിൽ നമുക്കിത് ഡെയിലി ബേസിസിൽ നമുക്ക് ഹോൾ ഡേ മൊത്തം നമുക്ക് ബോഡിയിൽ വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ ഹോൾ ഡേ വെക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ബോഡി ലോഷൻ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ബോഡി ലോഷൻ ആയിക്കോട്ടെ, ഫ്രേഗ്രൻസ് ഫ്രീ അങ്ങനെ ഏതെങ്കിലും ഒരു ബോഡി ലോഷൻ എടുക്കാം, നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത്. അത് നമ്മൾ കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 to 3 ഡ്രോപ്സ്, നമ്മൾ കയ്യിലും കാലയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു 2 to 3 ഡ്രോപ്സ് ഓഫ് രുദ്രകാന്തി ഓയില് നമുക്കിവിടെ എടുക്കാം കേട്ടോ. ഞാൻ 4 ഡ്രോപ്സ് ആണ് ഞാൻ എടുക്കുന്നത് രുദ്രകാന്തി ഓയില്. എന്നിട്ട് ഇതുണ്ട്, ഇത്ര എടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കയ്യിലും നമുക്ക് നമ്മുടെ ബോഡിയിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഹോൾ ബോഡിയിൽ രുദ്രകാന്തി ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മളിപ്പോൾ മോർണിംഗ് എനിക്ക് എവിടെയും പോവണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഇത്. പിന്നെ അടുത്തതായിട്ട് ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത രീതിയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും കുളിക്കുന്നതിന് മുമ്പ് ഓയിൽ അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ കുളിച്ചില്ലെങ്കിൽ അതിനൊരു തൃപ്തി വരത്തില്ല. എല്ലാ ദിവസവും ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് സോപ്പ് വെച്ച് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതാണ്. അപ്പൊ ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ മഞ്ചിഷ്ട, ദിനേശവല്ലി, അതുപോലെ തന്നെ നാൽപ്പാമ്പ്രാതി ആയിരുന്നു. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ രുദ്രകാന്തി ഓയിലാണ് കേട്ടോ. അപ്പൊ അതെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ടെർമറിക്കിന്റെ സ്റ്റെയിൻ ഒന്നും ഇല്ല, നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ സ്റ്റെയിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ഡ്രസ്സ് ഒന്നും ഇട്ടാലും വലിയ സ്റ്റെയിൻ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഫ്യൂ ഡ്രോപ്സ്, ഒരു 5 ഡ്രോപ്സ് ഓഫ് രുദ്രകാന്തി ഓയിൽ കയ്യിലെടുത്തിട്ട് അത് ഞാൻ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കും. അതായത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഓവനിൽ വെച്ചിട്ടാണെങ്കിലും നമ്മൾ രുദ്രകാന്തി ഓയിൽ ചെറിയൊരു ബൗളിലേക്ക് എടുത്ത് ഹീറ്റ് ചെയ്യുക. അത് ചെറിയ ചൂടായതിനു ശേഷം നമ്മൾ നമ്മുടെ ബോഡിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മൈൽഡ് സോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ബോഡി വാഷ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതാണ്. അത് ഏറ്റവും നല്ലൊരു മെത്തേഡാണ് കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ പറ്റുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുക. ഡബിൾ ബോയിൽ ചെയ്യുക അല്ലെങ്കിൽ ഹീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് നല്ലൊരു റിസൾട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഏകദേശം ഒരു ഫ്യൂ ഡ്രോപ്സ് ഓഫ് മതി നമുക്ക് ബോഡിയിൽ. അതിനുശേഷം ഒരു മൈൽഡ് സോപ്പ് വെച്ച് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത്, അതാണ് അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ടെക്നിക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ മെയിൻലി ഉള്ള എന്തെങ്കിലും ബോഡി വാഷിന്റെ കൂടെ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പം ഞാൻ അതുപോലെ തന്നെ നൈറ്റ് ക്രീമിന്റെ കൂടെ ഞാൻ രുദ്രകാന്തി ഓയിൽ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് ക്രീം എടുക്കുന്നു, അതിലേക്ക് 1 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം വാഷ് ചെയ്ത് കളയാം. പക്ഷെ ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം 2 മന്ത്സിന് ശേഷമാണ്. ഇനിഷ്യലി ഞാൻ ചെയ്യില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫേസിൽ ഒരുപാട് ഓയിൽ ചെയ്യുന്ന കഴിഞ്ഞാൽ എനിക്ക് ബ്രേക്ക് ഔട്ട്സ് വരും. അപ്പൊ അങ്ങനെയാണ് ഞാൻ രുദ്രകാന്തി ഓയിൽ ഭയങ്കര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും റിസൾട്ട് ഒരേപോലെ ആയിരിക്കില്ല. എൻ്റെ ഒരു ഫ്രണ്ടിന് വന്നപ്പോൾ ആളുടെ സ്കിന്ന് ഡള്ളാക്കുന്ന പോലെ ഫീൽ ചെയ്തു. ചിലപ്പോൾ അത് ചിലവരുടെ സ്കിൻ ടൈപ്പ് ഒക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും രുദ്രകാന്തി ഓയിൽ 7 days ചലഞ്ച് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് കുറച്ചും കൂടെ നന്നായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഈ മെത്തേഡിലാണ് രുദ്രകാന്തി ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഓയിലാണ്. നമ്മൾ ദിനേശവല്ലി, മഞ്ചിഷ്ടം, നാൽപ്പാമ്പ്രാതി ഒക്കെ പോലെ മറ്റൊരു നല്ലൊരു ഓയിലാണ്. ഇതിന്റെ പ്രത്യേകത പറയുമ്പോൾ മഞ്ഞളില്ല, സ്റ്റെയിൻ ആവില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ പ്യുവർ കോക്കനട്ട് ഓയിലാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സിനെ മാറ്റാനായിട്ട് നമ്മൾ കറക്റ്റ് എഫക്റ്റീവ് രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. എപ്പോഴും ശ്രദ്ധിക്കുക, 5 മിനിറ്റ് മാത്രം ഫേസ് വെക്കുക. അതിനുശേഷം ഒരു നല്ലൊരു നമ്മുടെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. മോർണിംഗിലാണ് ഞാൻ ഇപ്പോഴത്തെ പ്രിഫർ ചെയ്യുന്നത്. ഓവർനൈറ്റ് എണ്ണ വെച്ച് കിടക്കാണ്ടിരിക്കുക, അങ്ങനെ ശീലമുള്ളവരാണെങ്കിൽ ഫേസിലൊന്നും. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് രുദ്രകാന്തി ഓയിലിനെ പറ്റി ഹോണസ്റ്റ് റിവ്യൂ പറയാനുള്ളത്. 7 days ചലഞ്ച് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യും. ഇപ്പൊ മറ്റു വീഡിയോ ആയിട്ട് വരാം.